അപ്പോൾ 30 വയസ്സിന് ശേഷമാണ് അവർ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതെങ്കിൽ അമ്മക്കും കുഞ്ഞിനും ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും? 30 വയസ്സിന് ശേഷം പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു കംഫർട്ടബിൾ ടൈമിലായിരിക്കും, ജോബ് എല്ലാം സെറ്റിൽ ആയതിനു ശേഷമായിരിക്കും അത് ട്രൈ ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ട് കുഴപ്പമില്ല, നമ്മൾ ഇമോഷണൽ മെച്യൂരിറ്റി എല്ലാം അറ്റൈൻ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ അതിൽ മെയിൻ ഒരു കോംപ്ലിക്കേഷൻ വരുന്നത് ഏജ് കൂടുന്തോറും കുട്ടികളിൽ ക്രോമസോമൽ അബ്നോർമാലിറ്റി, കാരണം എഗ്ഗ് ക്വാളിറ്റി കുറവായിരിക്കുമല്ലോ, അപ്പോൾ അത് ക്രോമസോമിലെ ഒരു ജെനറ്റിക് ഡിഫക്റ്റ് വരാനുള്ള സാധ്യത, ഡൗൺ സിൻഡ്രോം, നമ്മൾ ട്രിപ്പിൾ ടെസ്റ്റ്, ഡബിൾ മാർക്കർ ടെസ്റ്റ് ഒക്കെ പറയും, ഇതൊക്കെ ഇതിൻ്റെ റിസ്ക് കുറച്ചുകൂടി കൂടും. പിന്നെ സ്ത്രീകളിൽ ജെസ്റ്റേഷണൽ ഡയബറ്റിസ് എന്ന് പറയും, പ്രഗ്നൻസി ടൈമിൽ ഷുഗർ വരാനുള്ള സാധ്യത, അതേപോലെ പ്രഗ്നൻസി ടൈമിൽ തൈറോയിഡിൻ്റെ കോംപ്ലിക്കേഷൻ, പ്രീ എക്ലംഷ്യ എന്ന് പറഞ്ഞ് പ്രഗ്നൻസി ടൈമിൽ മാത്രം BP കൂടുന്ന അവസ്ഥ, ഇതൊക്കെ കുട്ടികളിലെ കുറച്ചുകൂടെ നമ്മൾ പ്രീ ടേം എന്ന് പറയും, 8 മന്തിൽ തന്നെ ഡെലിവർ ആവുക, ഇങ്ങനത്തെ ചില ഹെൽത്ത് കോംപ്ലിക്കേഷൻസ്, 30+ ഫസ്റ്റ് ഡെലിവറി 30+ ആവുന്ന ടൈമിൽ ഇങ്ങനത്തെ കോംപ്ലിക്കേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ ആവാൻ പാടില്ല എന്നല്ല, ചാൻസ് ഉണ്ട്.